പ്രീ ഡിഗ്രി നിങ്ങളെപ്പോലെ ഒന്നും ആയിരുന്നില്ല, 3 കൊല്ലം കൊണ്ടാണ് ഞാൻ പഠിച്ചത്. അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി പഠിച്ചു വരുമ്പോൾ 3 കൊല്ലമാവും. 2 കൊല്ലത്തെ കോഴ്സാണ്, പക്ഷെ ഞാനത് പഠിച്ചു വന്നപ്പോൾ 3 കൊല്ലമായി. പിന്നെ ഞാൻ പഠിച്ചത് BA മലയാളമാണ്. എളുപ്പം വിചാരിച്ചെടുത്തതാ, പിടിച്ചതിനേക്കാളും വലുതായിരുന്നു ആളയിൽ. എന്തൊക്കെ പുസ്തകങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ. ഉള്ളൂര് ഈ വക ആൾക്കാരൊക്കെ എഴുതിയ പുസ്തകങ്ങൾ നമുക്കത് വായിച്ചിട്ട് തന്നെ മനസ്സിലാവില്ല. പക്ഷേ ഞാൻ ഡിഗ്രി പാസ്സായി. പക്ഷെ പിന്നെയാണോ ലൈഫിൽ ശരിക്കുള്ള ഒരു ത്രട്ടൻ വന്നത്. ചിലർ പണിക്ക് പോണ്ടേ. BA മലയാളം കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞേ? B.Ed പോവുക, വീണ്ടും മലയാളം പഠിപ്പിക്കുക. അതൊരു ഓപ്ഷനാണ് വീട്ടിൽ കാശുണ്ടെങ്കിൽ. നമ്മുടെ നാട്ടിൽ അനുവദിച്ചിട്ടുള്ള അഴിമതികളുമുണ്ട്, അനുവദിക്കാത്ത അഴിമതികളുമുണ്ട്. അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു അഴിമതിയുണ്ട്. എൻ്റെ മോളെ 30 ലക്ഷം കൊടുത്തിട്ടാ ഞാൻ സ്കൂളിലേക്ക് കയറ്റി. അഴിമതിയാണ്, കൈക്കൂലിയാണ്. പക്ഷെ നമ്മൾ സദസ്സിലൊക്കെ പറയും ഈ ചോട്ടാ അഴിമതി, സിമെൻറ്റ് കട്ടു, കമ്പി കട്ടു, അതൊക്കെ വലിയ കുറ്റാ. ഇങ്ങനെ 30 ലക്ഷം സ്കൂളിൽ കൊടുക്കാം, 40 ലക്ഷം സ്കൂളിൽ കൊടുക്കാം, അതൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ അന്തസ്. എന്താലേ ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വട്ടാണോ നാട്ടുകാർക്ക് വട്ടാണോ എന്നൊക്കെ തോന്നി. എന്തായാലും ആവട്ടെ, അങ്ങനെ അതാ ഒരു ഓപ്ഷൻ. പിന്നെയുള്ള ഓപ്ഷൻ സാഹിത്യം എഴുതാന്നല്ല, അത് എനിക്കാണെങ്കിൽ വരുന്നില്ല. അപ്പോൾ അത് ആ പരിപാടി കഴിഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഗൾഫിൽ പോവുകയാണെങ്കിൽ അവിടെ ജോലി കിട്ടും, പക്ഷേ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഇൻഡോർ ജോലി കിട്ടും, ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ഔട്ട്ഡോർ ജോലി കിട്ടും, വാൻ സെയിൽസ് ഒക്കെ കിട്ടുന്നു. അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ പോയതാ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്ററിൽ. അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി. നേരത്തെ ഏതോ ഒരു മോൻ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി. അതിന് കാരണം എന്താ അറിയോ? നല്ലൊരു മിടുക്കൻ മെൻറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞ സെൻറ്റൻസ് ഇതായിരുന്നു: യു ഹാവ് ഓൾ റൈറ്റ്സ് ടു മേക്ക് മിസ്റ്റേക്സ് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് യുവർ ലാംഗ്വേജ്, ഇറ്റ്സ് എ ഫോറിൻ ലാംഗ്വേജ്. അപ്പോഴേ എനിക്ക് സമാധാനമായി. നമുക്ക് എന്തു ചെയ്യാം അല്ലേ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയോ? പോട്ടെ, മലയാളം അറിയോ? പാരൻസിനോടാ ചോദ്യം. കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ഏതോ സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, സ്പീക്ക് ഇംഗ്ലീഷ് ഓർ ഷട്ടപ്പ്. എല്ലാ കുട്ടികളും കൂടി ഒരുമിച്ച് പറഞ്ഞു, ശരി ഷട്ടപ്പ്. മിണ്ടിയാലല്ലേ പ്രശ്നമുള്ളൂ. പാരൻസ് പറഞ്ഞു, ഇംഗ്ലീഷ് അറിയില്ല. മലയാളം അറിയോ? മലയാളത്തിൽ എത്ര അക്ഷരമുണ്ട്? ലേലം വിളി ആരംഭിക്കുകയാണ്. തുടങ്ങിക്കോളൂ. ഒരു സൈഡിൽ നിന്ന് വിളിച്ചോളൂ. ആരാണ് ഏറ്റവും കൂടുതൽ കയറ്റി വിളിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. മലയാള ഭാഷയിൽ എത്ര അക്ഷരമുണ്ട്? 56. അന്ന് 51. 51ആണോ? 56ആണ്. 56ആണോ? ഇതൊരു സദസ്സിൽ വെച്ചപ്പോൾ ഒരാൾ എണീറ്റത് പറഞ്ഞേ, ഷൂ 60ന്റെ മോളിക്കില്ല. ഇതാണ് നമ്മുടെ മലയാളത്തിൻ്റെ വിവരം അല്ലേ? ശരി, ബസ് എന്നുള്ള വാക്കിൻ്റെ മലയാളം പറഞ്ഞേ. ചാക്കാട്ടാ, അത് വാഹനം. ബസ്സിൻ്റെ മലയാളം ഈസി ആക്കണം, കുറച്ചുകൂടി ഈസി ആക്കണം. കാറിൻ്റെ മലയാളം പറഞ്ഞാലും മതി. വാട്ട് എ ട്രാജഡി അല്ലേ? വി പീപ്പിൾ ആർ നോട്ട് സ്പീക്കിംഗ് മലയാളം. നമുക്ക് ഇംഗ്ലീഷ് അറിയൂ, വേറെ ലെവലാ. നാളെ സൂസൻ മേഡൊക്കെ വരുന്നുണ്ട്. സൂസൻ മേഡാണെങ്കിൽ ഇങ്ങനത്തെ വാക്കുകൾ കണ്ടുപിടിക്കുന്നതിൽ ഉസ്താദാണ്. കഞ്ഞിയുടെ ഇംഗ്ലീഷ്, ചക്കക്കുരുവിൻ്റെ ഇംഗ്ലീഷ്, വാഴയുടെ പോളയുടെ ഇംഗ്ലീഷ്, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മൂപ്പർക്ക് അറിയാം അല്ലേ? മറ്റേ സൂസൻ മേഡം വരില്ലേ നാളെ? സൂസൻ മേഡത്തോട് ചോദിച്ചോളാം, വെറുതെ വിടരുത്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആളത് കണ്ടുപിടിച്ച് പറഞ്ഞു തരും. എനിക്ക് എവിടുന്ന് ഇത് കിട്ടണമെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഞാൻ പറഞ്ഞു പോയിന്റ്, ഇംഗ്ലീഷ് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പതുക്കെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വാശി വന്നു. ഏറ്റവും നല്ല ക്ലാസ് എൻ്റെ ആവണം എന്നുള്ളൊരു വാശിയിൽ നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങി. റിസൾട്ട് കാണാൻ തുടങ്ങി. 2004 ഏപ്രിലിൽ BA മലയാളം കംപ്ലീറ്റ് ചെയ്ത ഞാൻ PG ചെയ്തത് സ്വിറ്റ്സർലൻഡിലെ ലുസാൻ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള HTMI എന്ന് പറയുന്ന കോളേജിൽ നിന്നാണ്. അവിടെ 2005 ജനുവരി 6 ഞാൻ എത്തി. അവിടെ എത്തിയപ്പോഴല്ലേ അടുത്ത പ്രശ്നം തുടങ്ങുന്നത്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ഈ യൂറോപ്പ്. നല്ലോണം പണിയെടുക്കണം. ഇപ്പോൾ ഓരോരുത്തർ ഇതിടുന്ന കണ്ടിട്ടില്ലേ, റീൽ കണ്ടിട്ടില്ലേ? ഇവിടെ കലാപാണ് ഗൈസ്, ഇവിടെ ഭയങ്കര കട്ടപ്പണിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് അറിയോ? ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് വീട്ടിൽ തിന്ന പാത്രം ഒന്ന് കഴുകാനുള്ള. ഹലോ, ഇതിൽ ചില അമ്മമാർ ഞാൻ പറയാൻ വിചാരിച്ചത് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കണേ അല്ലേ? നമുക്ക് വലിയ യൂണിവേഴ്സിറ്റി ഒക്കെ എടുക്കണേക്കാളും മുമ്പ് ആദ്യം പഠിക്കേണ്ട പാഠം അല്ലേ, സ്വന്തമായിട്ട് തിന്ന പാത്രം ഒന്ന് കഴുകുക. ഉറങ്ങി എണീറ്റ് പോകുമ്പോൾ ആ പുതപ്പൊന്ന് മടക്കി വെക്കുക. അയ്യോ, ഇതൊക്കെ ചെയ്താണ്ടല്ലോ. അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. ആ നേരത്ത് ഗൈസ് ഇവിടെ പ്രശ്നമാണ് ഗൈസ്,
ഇവിടെ ഇവിടെ കുളിക്കണം ഗൈസ് എന്നൊക്കെ പറയേണ്ടി വരും. കാരണം നാട്ടിൽ അമ്മയപ്പനാവും കുളിപ്പിക്കണ്ടാവേ. സോ വാട്ട് ഐ ട്രൈ ടു സേ ഈസ് പേഴ്സണൽ ലൈഫ്. എടാ ഈ പേഴ്സണൽ ലൈഫിൻ്റെ പ്രത്യേകം എന്താ അറിയോ മക്കളെ, ഇതെല്ലായിടത്തും കാണിക്കാൻ പറ്റൂല. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പ്രവീൺ ചെറിയത്തില്ലേ, ഫുള്ള് ഫേക്കാ. ഞാനിപ്പോൾ ട്രെയിനർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കുള്ള പ്രവീൺ ഇതല്ല. ഈ ഇരിക്കണം നിങ്ങളും ഇതൊന്നല്ല. ഇതൊക്കെ കഴിഞ്ഞ് ഇന്ന് വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് കഴിഞ്ഞ് ശരിക്കുള്ള നമ്മുടെ ഒരു സ്വഭാവം പുറത്തേക്ക് വരാണ്ട് അല്ലേ. ഇപ്പം എന്താ മനസ്സിലാക്കിയേ, നമുക്ക് 2 സ്വഭാവമെങ്കിലും മിനിമം ഉണ്ടാവണം. റിയൽ മീ ആൻഡ് പ്രൊജക്റ്റഡ് മീ. ഇന്ന് കുട്ടികളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള സാധനം എന്താ അറിയോ, ഈ റിയൽ മീ മാത്രം പിടിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ പെരുമാറണം എന്നറിയില്ല.